നമ്മുടെ വിഷയത്തിൽ മാറിപ്പോയി. അതെ, ഈ സോഷ്യൽ മീഡിയയിൽ 2-3 ചെക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ആളൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും പറയുമെന്നല്ല. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചോ. എന്താ കാരണം എന്ന് വെച്ചാൽ അവന്മാർ ഫുള്ള് തള്ളെന്ന് പറഞ്ഞാൽ കൊല്ല പണ്ടാറ് തള്ള്. ഇങ്ങനെ തള്ളിയിട്ട് അവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവർ തള്ളിയിട്ട് എന്താണെന്ന് ചെയ്തോട്ടെ. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകളില്ല, നോളജുള്ള ആളുകൾ. എൻ്റെ താല്പര്യം ഒമാനിൽ ഇമ്മാര് പട്ടികളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ വെടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സീൻ ഇറക്കാൻ വേണ്ടി കിട്ടുന്നു. സംഭവം ഞാൻ നടിച്ചാൽ മതി, ഒക്കെ ഓടിപ്പോവും. നമ്മളെന്ത് ചെയ്യണ്? മറ്റുള്ളവരും ദ്രോഹിക്കല്ലേ ഉണ്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഇവന്മാർ ചെയ്യുന്നത് എന്താ പറയുക, ആ സോഷ്യൽ മീഡിയ ടീമുകൾ ഫുൾ ആൾക്കാരെയും ഒരു നല്ലത് ചെയ്യില്ല, ഒരു നല്ല പ്രവൃത്തി ഒന്നും കാണിക്കില്ല. പക്ഷെ എല്ലാവരുടെയും ചാണം തേക്കുക, വെറുതെ ഇട്ടിട്ട് ചാണം തേക്കുക. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തില്ല. ഇനിയിപ്പോൾ അവനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിറയെ ആളുകൾ. എനിക്കാരും എന്നെ ലൈക്ക് ചെയ്യുമോ, നമ്മളൊന്നും സോഷ്യൽ മീഡിയക്ക് വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ. എനിക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വരില്ലപ്പാ. നമ്മളിവിടെ സാധാരണയായിട്ട് മരിക്കണ വരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ട് പോകും. എനിക്ക് സോഷ്യൽ മീഡിയയും വേണ്ടോ, രണ്ടിയും വേണ്ടോ. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു നാട്ടിലത്തെ കഥ. ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ തുറന്നേ കാണുന്നത് അടുക്കള ചേച്ചിമാർ കുറേ വരും, കുറേ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കും, കുറേ ഡ്രസ്സ് മാറുന്ന കാര്യങ്ങൾ കാണിച്ചു തരും. ഇനി കുറേ പെണ്ണുങ്ങൾ വേറെ രീതികൾ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഈ സംഭവം? ഇതൊന്നും ഇവിടെ നടപ്പില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നമ്മളെന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ചയാക്കും. ഞാൻ വിചാരിച്ചത് നടക്കും, അത് ഞാൻ ചെയ്യും. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ആ സംഭവം നടക്കും. പിന്നെ ഇലക്ഷനിൽ ജയിക്കാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ മനുഷ്യന്മാരാണ്. അത് അവരവരുടെ സ്വാതന്ത്ര്യ കാര്യങ്ങളാണ്. നമ്മളൊന്നും ആരെയും പറയില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർ ചെയ്യുക. അത് അവരവരുടെ മനസ്സിന് ബോധ്യപ്പെട്ട ആളുകൾക്ക്, അർഹതപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുക, ജയിപ്പിക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ കിട്ടുന്നതനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഹെൽപ്പ്. നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ വാങ്ങിയാൽ മാത്രം പോരല്ലോ, നമ്മളതുപോലെ ഹെൽപ്പ് ചെയ്യും വേണം തിരിച്ചു. അതാണ് അടുത്ത പ്രാവശ്യം നമുക്ക്